അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 11ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ 10ാം പാഠം അസ്സബഉൽ മൂബിഖാത്ത്. ഇതാണ് പാഠത്തിന്റെ പേര്. ഈ പാഠത്തിലൂടെ മസ്ദറുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് മസ്ദർ എന്നും ആ മസ്ദറിന്റെ പ്രധാന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നും നമുക്ക് പഠിക്കാൻ കഴിയും. മസ്ദർ എന്ന് പറഞ്ഞാൽ ഒരു അടിസ്ഥാനമായ ഒരു കാര്യമാണ് മസ്ദർ. മസ്ദറിൽ നിന്നാണ് മറ്റുള്ള ഓരോ ഫിഅലുകളെയും ഉണ്ടാക്കുന്നത്. നമുക്ക് എന്താണ് മസ്ദർ എന്നും അതിൻ്റെ പൂർണ്ണമായ വിവരങ്ങളും അതിൻ്റെ ഉദാഹരണങ്ങളും അതിൻ്റെ വരുന്ന മസ്ദർ ഉണ്ടാക്കുന്ന രൂപവും നമുക്ക് പഠിക്കാവുന്നതാണ്. പാഠഭാഗത്തിലേക്ക് നമുക്ക് കടക്കാം. 7 വൻദോഷങ്ങളെയാണ് പാഠത്തിൽ പരിചയപ്പെടുത്തിയത്. അസ്സബഉൽ മൂബിഖാത്ത് എന്ന പേരിലാണ് അത് പ്രസിദ്ധമായത്. നമുക്ക് പാഠഭാഗത്തിൽ നിന്ന് തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. വഹിയ മിൻ അക്ബരിൽ കബായിരി, അത് ഏറ്റവും വലിയ വൻദോഷങ്ങളിൽ പെട്ടതാണ്. വലിദാലിക അമറന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബിഇജ്തിനാബിഹ, അതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ വെടിയാൻ നമുക്ക് കൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ വെടിയൽ കൊണ്ട് നമ്മോട് കൽപ്പിച്ചു. വഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്തനിബു സബഅൽ മൂബിഖാത്ത്, നിങ്ങൾ 7 വൻപാപങ്ങൾ വെടിയുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. വഹിയ അശ്ശിർകു ബില്ലാഹി വസ്സിഹ്റു വഅക്ലു മാലൽ യതീമി വഖത്ലു നഫ്സിൽ ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വഅക്ലു റിബ വത്തവല്ലി യൗമൽ സഹ്ഫി വഖദ്ഫിൽ മുഹ്സനാത്തിൽ ഗാഫിലാത്തിൽ മുസ്ലിമാത്ത്. 1 ബഹുദൈവ വിശ്വാസം, 2 സിഹർ, 3 യതീമിന്റെ സമ്പത്ത് എടുക്കൽ അഥവാ തിന്നൽ ലക്ഷ്യമായതുകൊണ്ട് അത് പറഞ്ഞത് മാത്രം തിന്നലും അല്ലെങ്കിൽ സമ്പത്ത് എടുക്കലാണ് ഉദ്ദേശം. 4 അല്ലാഹു ഹറാമാക്കിയ ശരീരത്തെ കൊല്ലൽ, പലിശ തിന്നൽ. 5 6 യുദ്ധം തുടങ്ങിയ ശേഷം പിന്തിരിഞ്ഞോടൽ. 7 ചാരിത്ര്യ ശുദ്ധിയുള്ള നല്ല സ്ത്രീകളെ കുറിച്ച് വ്യഭിചാരോപണം നടത്തൽ. ഒന്നുകൂടി 7 വൻപാപങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. 1 ബഹുദൈവ വിശ്വാസം, 2 സിഹർ, 3 യതീമിന്റെ സമ്പത്ത് എടുക്കൽ, 4 അള്ളാഹു ഹറാമാക്കിയ ശരീരത്തെ കൊല്ലൽ, 5 പലിശ തിന്നൽ, 6 യുദ്ധം തുടങ്ങിയ ശേഷം പിന്തിരിഞ്ഞോടൽ, 7 ചാരിത്രശുദ്ധിയുള്ള നല്ല സ്ത്രീകളെ കുറിച്ച് വ്യഭിചാരോപണം നടത്തൽ. ഇവിടെ മസ്ദർ അഥവാ ക്രിയാധാതു എങ്ങനെ വരും എന്നാണ് ഈ പാഠത്തിലെ വിഷയം. പാഠത്തിൽ ചുവപ്പ് നിറത്തിൽ കൊടുത്തത് മുഴുവനും മസ്ദറുകളാണ്. ഇജ്തിനാബ്, അക്ല്, ഖത്ല്, തവല്ലി, സഹ്ഫ്, ഖദ്ഫ് എന്നിവയാണവ. എല്ലാത്തിന്റെയും അടിസ്ഥാനം അഥവാ അസ്ല് മസ്ദറാണ്. മറ്റുള്ളവ അതിൽ നിന്നും ഉണ്ടാവുന്നതാണ് അഥവാ ഫർആണ്. 3 അക്ഷരമുള്ള മുതഅദ്ദിയായ ഫിഅലിന്റെ മസ്ദർ ഫഅല് എന്ന വസ്ലിനാണ് വരിക. 3 അക്ഷരമുള്ള മുതഅദ്ദിയായ ഫിഅലിന്റെ മസ്ദർ ഫഅല് എന്ന വസ്നിലാണ് വരിക. ഉദാഹരണം ലറബ, ലർബ്. ലാസിമായ ഫഇലയുടെ മസ്ദർ ഫഅൽ എന്ന വസ്നിലാണ് വരിക. ലാസിമായ ഫഇലയുടെ മസ്ദർ ഫഅൽ എന്ന വസ്നിലാണ് വരിക. ഉദാഹരണം ഫരിഹ, ഫറഹ്. ലാസിമായ ഫഅലയുടെ മസ്ദർ ഫുഊൽ എന്ന വസ്നിലാണ് വരിക. ലാസിമായ ഫഅലയുടെ മസ്ദർ ഫുഊൽ എന്ന വസ്നിലാണ് വരിക. ഉദാഹരണം ഖഅദ, ഖുഊദ്. ലാസിമായ ഫഅലയുടെ മസ്ദർ ചിലപ്പോൾ ഫിആല്, ഫഅലാന്, ഫുആല്, ഫഈല് എന്നീ വസ്നുകൾക്ക് വരൽ നിർബന്ധമാകും. അങ്ങനെയല്ലാത്തപ്പോൾ ഫുഊല് എന്ന വസ്നിലും വരും. ലാസിമായ ഫഅലയുടെ മസ്ദർ ചിലപ്പോൾ ഫിആല്, ഫഅലാൻ, ഫുആൽ, ഫഈൽ എന്നീ വസ്നുകൾക്ക് വരൽ നിർബന്ധമാകും. അങ്ങനെയല്ലാത്ത പക്ഷം ഫുഊല് എന്ന വസ്നിലും വരും. ഇനി തടയൽ എന്ന അർത്ഥത്തിലുള്ള ഇംതിനാ എന്നതിന്റെ മസ്ദർ ഫിആല് എന്ന വസ്നിലും മറിയൽ എന്ന അർത്ഥമുള്ള തഖല്ലുബ് എന്നതിന്റെ മസ്ദർ ഫഅലാൻ എന്ന വസ്നിലും രോഗം, ശബ്ദം എന്നീ അർത്ഥത്തിന്റെ മേൽ അറിയിക്കുന്ന ദാ, സൗത്ത് എന്നിവയുടെ മസ്ദർ ഫുആല് എന്ന വസ്നിലും
നടത്തം, ശബ്ദം എന്നീ അർത്ഥത്തിന്റെ മേൽ അറിയിക്കുന്ന സൈർ, സൗത്ത് എന്നതിൻ്റെ മസ്ദർ ഫഈൽ എന്ന വസ്നിലും വരും. ഫഉലയുടെ മസ്ദർ ഫആലത്ത്, ഫഊലത്ത് എന്നീ വസ്നിൽ വരും. ഫഅലയുടെ മസ്ദർ തഫ്ഈൽ എന്ന വസ്നിൽ വരും. മുഅ്തല്ലായ ഫഅലയുടെ മസ്ദർ തഫ്ഈലത്ത് എന്ന വസ്നിൽ വരും. അഫ്അലയുടെ മസ്ദർ ഇഫ്ആൽ എന്ന വസ്നിൽ വരും. തഫഅലയുടെ മസ്ദർ തഫഉൽ എന്ന വസ്നിൽ വരും. ഐൻ ഫീൽ മുഅ്തല്ലായ ഇസ്തഫഅല, അഫ്അല ഇവയുടെ മസ്ദർ ഇസ്തിആദത്ത് എന്ന വസ്നിൽ വരും. വസ്ൽ ഹംസ കൊണ്ട് തുടങ്ങപ്പെട്ട ഫിഅലിന്റെ മസ്ദർ ഇസ്തിഫ്ആൽ എന്ന വസ്നിൽ വരും. തഫഅല, തഫഅല, തഫഅല എന്നിവയുടെ മസ്ദർ 4 അക്ഷരത്തിന് അഥവാ 4ാമത്തെ അക്ഷരത്തിന് ലമ്മ ചെയ്യൽ കൊണ്ട് വരും. ഫഅലയുടെ മസ്ദർ ഫഅലത്ത് എന്നോ അല്ലെങ്കിൽ ഫിഅലാലി എന്ന വസ്നിലോ വരും. ഫഅലയുടെ മസ്ദർ ഫിആലി എന്നോ മുഫഅലത്തി എന്ന വസ്നിലോ വരും. നമുക്ക് ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം. മസ്ദറുൽ ഫിഅലി സുലാസിയിൽ മുതഅദ്ദി, മുതഅദ്ദിയായ 3 അക്ഷരമുള്ള ഫിഅലിന്റെ മസ്ദർ, മസ്ദറുഹു അലാ വസ്നി ഫഈൽ. മസ്ദറു ഫഈലൽ ലാസിം, ലാസിമായ ഫഈലയുടെ മസ്ദറോ മസ്ദറുഹു അലാ വസ്നി ഫഅൽ, ഫഅൽ എന്ന വസ്നിൽ വരും. മസ്ദറു ഫഅലൽ ലാസിം, ഫഅലൽ ലാസിമായ ഫഅലയുടെ മസ്ദർ മസ്ദറുഹു അലാ വസ്നി ഫഊൽ എന്ന വസ്നിൽ വരും. മസ്ദറു ഫഅല വയസ്സക്ക വഅഫഅല വതഫഅല വസ്തആദ വഅഖാമ. മസ്ദറു ഫഅല തഫഈൽ, മസ്ദറു സക്ക തസ്കിയത്ത്, മസ്ദറു അഫ്അല ഇഫ്ആൽ, മസ്ദറു തഫഅല തഫഉൽ, മസ്ദറു ഇസ്തിആദത്ത് ഇസ്തിആദ് ഇസ്തിആദത്ത്, മസ്ദറു അഖാമ ഇഖാമത്ത്. അർത്ഥങ്ങളിലൂടെ മാറ്റം വരുന്ന മസ്ദറിനെ കുറിച്ച് പരിചയപ്പെടാം. ഇംതിനായിന്റെ മേലിൽ അറിയിക്കുന്ന മസ്ദർ, അതിന്റെ മസ്ദർ ഫിആൽ എന്നായിരിക്കും. തഖല്ലുബ് എന്ന അർത്ഥത്തിന്റെ മേലിൽ അറിയിക്കുന്ന മസ്ദർ ഫഅലാൻ എന്നായിരിക്കും. ദാ എന്നതിന്റെ മേലിൽ അറിയിക്കുന്നതിന്റെ മസ്ദർ ഫുആൽ എന്നായിരിക്കും. സൗത്ത് എന്നതിന്റെ മേലിൽ അറിയിക്കുന്ന അതിന്റെ മസ്ദർ ഫഈൽ എന്നായിരിക്കും. സൈർ എന്നതിന്റെ മേലിൽ അറിയിക്കുന്നതിന്റെ മസ്ദർ ഫഈൽ എന്നായിരിക്കും. ഫഉല എന്നതിന്റെ മസ്ദർ ഫഊലത്ത് എന്നോ അല്ലെങ്കിൽ ഫആലത്ത് എന്നോ ആയിരിക്കും. കൂടുതൽ ആവർത്തിച്ച് നിങ്ങൾ മനസ്സിലാക്കിയാൽ, കൂടുതൽ ആവർത്തിച്ച് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മസ്ദറിന്റെ പൂർണ്ണമായ രൂപം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും.